എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവി ബസറിന് പകരം ഞാനായിരുന്നെങ്കിൽ എന്റർടൈൻമെന്റ് കീഴ ഇക്കിരി റിയാക്ഷൻ ആണ്. മാർക്കോ സിനിമയുടെ ഫാമിലി ടീസർ എത്തിയിട്ടുണ്ട്. സക്സസ് ടീസറാണ്, ആഘോഷിക്കാം. കിട്ടിയതല്ലേ? അതെ, മാർക്കോന്റെ എന്ത് വന്നാലും നമ്മൾ ആഘോഷിക്കും, തകർക്കും. അത്രല്ലേ? എന്താണെങ്കിലും ക്രിസ്മസ് തൂക്കിയത് മാർക്കോ തന്നെ കേട്ടോ. മാർക്കോയും റൈഫിൾ ക്ലബും രണ്ട് കിടിലൻ സിനിമകൾ തന്നെയായിരുന്നു. മറ്റുള്ളതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത്. എങ്ങനെയുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. അതെ, പിന്നെ വേറെ കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥ മൂവി ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇഡിൻ്റെയും പിന്നെ UA ഇതിൻ്റെയൊക്കെ റിവ്യൂ ഇടണം. വിടുതലൈ പാർട്ട് 2 ഇതിൻ്റെയൊക്കെ. സത്യം പറയട്ടെ, ഈ ലോകത്ത് സിനിമ ഇറക്കുന്ന എല്ലാവരും സിനിമ ലവേഴ്സാണ്. അതുപോലെ സിനിമ കാണുന്ന എല്ലാവരും സിനിമ ലവേഴ്സാണ്. പക്ഷേ ഈ ലോകത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? എല്ലാ സിനിമയും കാണുന്ന, ഇനി അതുപോട്ടെ മലയാളത്തിൽ എല്ലാ സിനിമയും കണ്ട മലയാളികളുണ്ടോ? ഈ സിനിമ ലവേഴ്സ് ഇല്ല. അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ മാത്രമല്ല, എല്ലാ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലല്ല നമ്മളത്. നമ്മൾ ചില സിനിമകൾ നമുക്ക് അറിയാം. അങ്ങനത്തെ സിനിമകൾ നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ. ഇതെല്ലാ സിനിമയും പോയിട്ട് കണ്ടിട്ട് ഒരിക്കലും ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ലാലേട്ടനും മമ്മൂക്കൊക്കെ അവർ സിനിമയോട് എത്രമാത്രം ആഗ്രഹിച്ച് നടക്കുന്ന അവരെല്ലാ സിനിമയും കാണുന്നു. അവരുടെ സിനിമയായിട്ട് അവർ കാണുന്നില്ല. അതത്ര തന്നെ ഉള്ളൂ. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതായത് കോവിഡിന്റെ സമയത്താണ് ആളുടെ 31 സിനിമകൾ ലാലേട്ടൻ കണ്ടത് എന്നുള്ളത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിന്തിച്ചാൽ മതി. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. അതുപോട്ടെ, വെറുതെ പറഞ്ഞു പോയതാണ് ചോദിച്ചതുകൊണ്ട്. അതെ, വിടുതലൈ പാർട്ട് 2ഉം ഇഡിയും ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച സിനിമ തന്നെയായിരുന്നു. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് മാറി, കാര്യങ്ങൾ മാറി. അതുകൊണ്ടാണ് അത് പിന്നെ കാണാൻ പറ്റാതിരുന്നത്. പിന്നീട് അപ്പത്തേക്കും ബാറോസ് വരാൻ, അപ്പൊ പിന്നെ അതിന്റെ വൈബായി. ഓക്കെ, എന്താണെങ്കിലും സക്സസ് ടീസർ, ഫാമിലി ടീസർ കാണാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ഇവിടെയുള്ളവരെ കണ്ണിന് വെറും അന്യനായി കണ്ടൊഴിവാക്കാതെ നിന്നെ കുടുംബത്തിന് ആവശ്യം, അതിനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. അതാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരും ഈ അങ്ങാടിയിലില്ല. It is not that easy, John. If they are there to murder a business tycoon's brother, then their mind should be brutal and sharp. ഇതിനാണെങ്കിലും സമാധാനപ്പെടാൻ ജോർജിനൊപ്പം മാർക്കുണ്ട്. ഏതാ ബീജം, ഏതാ ഷോട്ട്, ഏതാണ് അതിന്റെ മേക്കിംഗ്? അയ്യോ, അതാണ് കാറിന്റെ മഴ പെയ്യുമ്പോഴുള്ള ഉള്ളിൽ നിന്നുള്ള ഫീലില്ലേ, ആള് കൊടഞ്ഞൂടി ആ പള്ളീന്റെ മുറ്റത്ത് മോളിൽ നിന്നുള്ള ഷോട്ടാണ്. എന്റെ അമ്മ, എന്താടാ ഇനി അതൊക്കെ പോട്ടെ, പള്ളിക്കുള്ളിലേക്ക് കേറി വന്നിട്ടുള്ള പെർഫോമൻസ് എന്താണ്? ഞാൻ എന്റെ കരിയറിൽ അങ്ങനെ സീൻ കണ്ടിട്ടില്ല. നേരെ പോകുന്നു, മൈക്കിൽ ചെല്ലുന്നു, സിമ്പിളായിട്ട് ഡയലോഗ് പറയുന്നു, പോകുന്നു. അയ്യോ, ഏതാ സാധനം അത് ചിലപ്പോ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും, അയ്യോ ഇതെന്താണെന്ന് തോന്നുന്നിടത്ത് പിന്നത്തെ ഡയലോഗ് വരുന്നത് സിദ്ദീഖാണ്. രക്ഷയില്ലാത്ത ഡയലോഗും. ആദ്യം അതല്ല ഞാൻ പറഞ്ഞ, ഈ സംഭവം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നീ ആരാന്ന് ചോദിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ എന്താ അടിപൊളി. അമ്മാരി കണക്ഷനാണ് ആ സാധനമൊക്കെ തന്നിട്ട് പോണത്. ശരിക്കും ആ ഒരു സാധനമാണ്. അതായത് അനിയുടെ പേരെന്തായിരുന്നു? വിക്ടറും സിദ്ദീഖും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ, ജോർജ് പീറ്ററൊക്കെ. ആ സമയത്ത് ഒരു പട്ടിനെ ഇങ്ങനെ തലോടുന്നതാണ്. അവിടുത്തെ പട്ടിയായിട്ടുള്ള രീതിയിലാണ് ശരിക്കും മാർക്കോനെ അവതരിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിയേറ്ററിൽ. ഈ കളക്ഷനൊക്കെ ഇന്നലത്തേക്ക് ഭീകര കളക്ഷനാണ്. ഡിസംബറിലേക്ക് സംഭവം സിനിമ 50 കോടി നേടിയിരിക്കുന്നു. 5 ദിവസം കൊണ്ട് 50 കോടി.
എന്തായാലും 100 കോടിയിലേക്കാണ് പോകുന്നത്. ഒരു ബ്രൂട്ടലായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് വയലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമക്ക് മലയാളത്തിൽ നിന്ന് ആദ്യത്തെ 100 കോടി അത് ഗംഭീരമാവട്ടെ സംഭവിക്കാൻ പോകുന്നു. സംഭവിച്ചിരിക്കും ഉറപ്പായിട്ടും. ഇന്നലെ ബറോസ് റിലീസാണ്. ലാലേട്ടൻ്റെ സിനിമയല്ലേ, എങ്ങനെ വന്നാലും അതിന് ഹൈപ്പ് ഉണ്ടാവും. അതിന് 3.2 കിട്ടിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ മാർക്കോയ്ക്ക് അത് ഇന്നലത്തെ കളക്ഷൻ 3.3 അല്ലേ? 3.3 യാ. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതി അതെവിടെ കിടക്കുന്നു. ഇനിയും കൂടുള്ളൂ. അതെ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ അങ്ങനെ റിലീസാവാൻ കാത്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് എന്താ, മാർക്കോയ്ക്കൊപ്പം എത്തുമോ, അതിനുള്ള ഒരു എതിരാളിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബറോസ് ആയാലും അങ്ങനെ നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും ഒരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒത്ത എതിരാളിയായിട്ട് ഒരു മത്സരം കൊടുക്കാൻ ബറോസിന് കഴിയുമെന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത്. ഇതിനകത്ത് ഇത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും ഇനി സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ആള് ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. അടുത്ത സിനിമ ചെയ്യുമ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഇതിനോടൊപ്പെങ്കിലും നിൽക്കുന്ന സാധനമായിരിക്കണം. അത് മാത്രല്ല, അതായത് ആളുടേതായ ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞു, പക്ഷെ ഇതിനിടയിലായിട്ട് വേറെ കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബി, ഗെറ്റ് സെറ്റ് ബേബേ, പിന്നെ ഗന്ധർവ ജയർ, പക്ഷെ അത് ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അതിന് ചെയ്യുന്നത് അതിന്റെ ചെയ്യുമ്പോ അതിനനുസരിച്ചുള്ള മേക്കിംഗ് പോരും. പക്ഷെ വേറെ കാര്യമുണ്ട്, അതായത് കുട്ടികൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എവിടെയോ ഒരു കമന്റ് ആരോ ചോദിച്ചു കണ്ടു. അപ്പൊ ഉണ്ണിമുകുന്ദൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ഗന്ധർവ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ രീതി കാത്തിരിക്കണ്ട. കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ഇന്നലെ കണ്ടതാണ്, അതിന്റെ ക്ഷീണം മാറിയിട്ടില്ലായിരുന്നു. പക്ഷെ അതല്ല, അത് 18 വയസ്സിന് മുകളിലേക്ക് അങ്ങനത്തെ ഒരു സംഭവം മാത്രമല്ലാതെ സർട്ടിഫിക്കറ്റ് ഉള്ളതല്ലാത്ത രീതിയിലുള്ള സിനിമ വരുന്നതാണ്. അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുട്ടികൾക്ക് മാത്രം എന്നുള്ളതല്ല, ഭാഗ്യം എല്ലാവർക്കും ഉള്ള സിനിമ അത് വരുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിലും എല്ലാവർക്കും തന്നെയാണ് സിനിമയുള്ളത്. ഇപ്പം നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും എത്ര പിള്ളേരും സിനിമ ഉണ്ട്. അത് ഭയങ്കര വയലൻസ് ആട്ടോ അവർ ഇട്ടിട്ടുണ്ടല്ലോ. അതെ, ഇത് ഭയങ്കര തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു വലിയ വാണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത് ക്രിമിനൽ ഇതാണ്. അതായത് അതിൽ കൊണ്ടുപോകുന്നവർക്ക്, അതുപോലെ അതിന് അവസരം ഉണ്ടാക്കുന്നവർക്ക് ശരിക്കും 3 വർഷം വരെ തടവിട്ടു. അത് ഭയങ്കരമായ പ്രശ്നം തന്നെയാണ്. എടുത്ത് തൂക്കി കൊണ്ടുപോകുന്ന സംഭവം. ഇത് പല തിയേറ്ററുകാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കയറ്റി വിടുന്നത്, അല്ലാതെ അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത് നമുക്ക് തോന്നിയില്ല. ഇമാതിരി തിരക്കിന്റെ ഇടയ്ക്ക് അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് പിടിച്ച് നോക്കി കയറ്റാൻ പറ്റുന്നില്ല. പിന്നെ പിള്ളേരുടെ അത് നമുക്ക് ലുക്ക് കണ്ടിട്ട് ഒരിക്കലും ഏജ് പിടിക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. നമ്മുടെ ഒപ്പം വന്നപ്പോ നീ ഒരു പയ്യനോട് ചോദിച്ചില്ലായിരുന്നു 18 വയസ്സായണോ? ചെക്കനും കൊണ്ട് എനിക്ക് 20 വയസ്സായി ചേട്ടാന്ന്. അപ്പൊ ഞാൻ തകർന്നു പോയി ചേട്ടാന്ന് വിളിച്ചപ്പോ. നമ്മളൊക്കെ ഒരേ പ്രായമല്ലേ എന്ന് പറയാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ. പക്ഷെ ആള് ചേട്ടാന്നൊക്കെ സംഭവം ചെക്കനെ കണ്ടാൽ തോന്നൂല്ലായിരുന്നു. നമ്മുടെ കൂടെ വന്നു തന്നെ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നാണ്. എന്താണെങ്കിലും സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടട്ടെ. എന്തായാലും നമ്മുടെ 2024 ലാസ്റ്റത്തെ 100 കോടി. അതെ, ഇനി ഇതങ്ങനെ തുടരും. ഇനി നമ്മുടെ മലയാള സിനിമ മുന്നോട്ട് ഇനി അങ്ങ് കയറുവാണ് 2025 തുടക്കം മുതല്. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.